CJ റോയ്. അദ്ദേഹം പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മെ വിട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ മലയാളിയുടെ ഒരു ബിസിനസ് രംഗത്തെയും റിയൽ എസ്റ്റേറ്റ് രംഗത്തെയും സിനിമ രംഗത്തെയും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കിയ വ്യക്തിയാണ്. ആ വാർത്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പടം കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിപ്പിച്ച് ദുബായി കൊണ്ടുപോയി. അദ്ദേഹം ഡിന്നറിനെ വിളിച്ചു. അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പക്ഷെ പതുക്കെ മതി, തിരക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നെ ആ ബുഗാട്ടിയിൽ കയറ്റി ഇരുത്തി ഒരു ഓടിയൊക്കെ ഓടിച്ചു തന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കര നല്ല ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഒത്തിരി എനിക്ക് പിന്നെ അല്ലാതെ അറിയാം ഒത്തിരി പേരെ സഹായിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ പണ്ടൊക്കെ എറണാകുളത്ത് വരുമ്പോൾ എന്നെ വിളിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടച്ചങ്ങ് വിട്ടുപോയി. ഞാനും ഈ പ്രൊജക്റ്റിലും തിരക്കിലുമായി പോയി. പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനാണ്. അത് ഭയങ്കര ഞാൻ ഞെട്ടിപ്പോയില്ല. ഞാൻ എന്നോടൊരാളത് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ TV വെച്ച് ഇത് കണ്ടപ്പോൾ എനിക്ക് ഇപ്പോഴും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ചിലരുണ്ടല്ലോ, നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഫീലിംഗ് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കേരളം ഈ പുതിയ വർഷം തുടങ്ങിയിട്ട് 2 ഞെട്ടിക്കുന്ന ആത്മഹത്യകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ആളുകളെ എന്താ പെട്ടെന്ന് ഇത്രയും മെന്റലി വീക്കായി പോകുന്നത്? അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു ജീവൻ തന്നെ കളയാനൊരു തീരുമാനം എടുക്കുക? അതിനെ ആസ് എ ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബീങ് എന്ന രീതിയിൽ ജിത്തു ജോസഫ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ചിലപ്പോൾ ഇതിനെക്കുറിച്ച് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന് സ്ട്രെസ്. ഈ നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും ഇതുകൊണ്ട്. കാരണം പ്രശ്നങ്ങളിലൂടെ വളർന്നു. പിന്നെ സിബ്ലിങ്സ് ഉണ്ട്, അവരുമായിട്ട് അടിച്ച് കളിച്ച് വളർന്നു. ഇത് ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പം അതിൻ്റെ എണ്ണം കുറഞ്ഞു, സിബ്ലിങ്സിൻ്റെ എണ്ണം കുറഞ്ഞു. പിന്നെ ഒരു ആവശ്യമില്ലാത്ത ദുരഭിമാനം എന്നൊക്കെ പറയും ചിലർക്കൊരു നല്ലൊരു ക്ലീൻ ഇമേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈയിടെ ഉണ്ടാകുന്നു. പെട്ടെന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താ പറയുക, പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞാൻ വേറൊരു ആളായിട്ട് ചിത്രീകരിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്കത് പിന്നെ അങ്ങനെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ അയാൾക്ക് അതിനോട് തിരിച്ച് പൊരുതി നിൽക്കാനോ ഒന്നുമില്ല. അയാൾക്ക് പിന്നെ സമൂഹത്തിന് ഫേസ് ചെയ്യാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട്. ഭയങ്കര അങ്ങനെ വീക്ക് മൈൻഡഡ് ആകുമ്പോൾ എടുക്കുന്ന ഇങ്ങനത്തെ ഒരു ഡിസിഷനാണ്. പക്ഷേ അന്നേരം ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അതങ്ങ് ഒഴിവായി പോകും. പക്ഷെ അങ്ങനത്തെ ഒരു ഭയങ്കര മനസ്സിൽ എന്താ പറയുക, തീരെ ഒരു ബലമില്ലാത്ത ആൾക്കാർ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പൊ എനിക്ക് ഒത്തിരി ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ നമ്മൾ തന്നെ സിനിമ തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു സൈക്കോളജിസ്റ്റ് ഇതിൽ തന്നെയാണ്. ഇപ്പൊ അങ്ങനത്തെ ആക്ച്വലി പണ്ടൊക്കെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്റെയൊക്കെ ചെറുപ്പം അവിടെ ഭ്രാന്താണെന്ന് തോന്നുന്നു എന്നായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകാന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് ചില ടെൻഷൻ ഉണ്ട്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അവരതിനെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയാണ് കൈകാര്യം ചെയ്യണം എന്ന് പറയും. ഇപ്പൊ അങ്ങനത്തെ സർവീസൊക്കെ ഉണ്ട്, ശരിക്കും അതൊക്കെ എടുക്കാം. ബേസിക്കലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ സർവീസ് എല്ലാവരും കൂടെ ചുരുങ്ങുവാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രെസ് തരും, മനസ്സിലായോ? ഇപ്പം ഒരു നോർമൽ പേഴ്സൺ, ഇപ്പം ഞാൻ സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പുറത്ത് അറിയാവുന്ന ഒരാൾ മറ്റേ അമേരിക്ക ട്രിപ്പ് പോയി അല്ലെങ്കിൽ ഇവിടെ പോയി ഇയാൾക്കും പോകണമെന്നുണ്ട്, പോകാൻ പറ്റുന്നില്ല. അതൊക്കെ ഉണ്ടാക്കുന്ന പല ഇമോഷൻസ് ഉണ്ട് ആ വ്യക്തിയുടെ. പിന്നെ ഇപ്പം ഒരു സെലിബ്രിറ്റി ആയി ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഒരു രാഷ്ട്രീയത്തിലോ സിനിമയിലോ ഏതെങ്കിലും സെലിബ്രിറ്റി ആയി അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കുറച്ച് പേര് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രഷർ, ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് മൊത്തത്തിൽ മാറി. അതിന് മനക്കെട്ടി വേണം. പക്ഷേ ഈ പറഞ്ഞ റോയ് സാറിൻ്റെത് ഞാനും കിട്ടിയിരിക്കുകയാണ്. ഇതേപോലെ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്ന ഒരാൾ അത് ചെയ്യണമെങ്കിൽ അപ്പം മേ ബി എനിക്കറിയാൻ പറ്റത്. ഞാൻ സ്റ്റിൽ ഭയങ്കരമായിട്ടും എനിക്കാണ് മജോറിറ്റി ആൾ അദ്ദേഹത്തെ അറിയാവുന്ന മജോറിറ്റി ആൾക്കാരും സ്റ്റണ്ടാണ്, അവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല.